മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ മഞ്ജുവിനെ തിരിച്ചെടുത്തില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ആ ടെക്സ്റ്റൈൽസ് ഓണറെ ഭീഷണിപ്പെടുത്തുകയും അയാൾക്ക് വേണ്ടതൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. മേഘനാഥൻ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ മാർക്കോ എന്ന് പറഞ്ഞാൽ അവൻ കമ എന്നൊരു അക്ഷരം ഉണ്ടല്ല എന്നൊക്കെ പറയുമ്പോൾ ടെക്സ്റ്റൈൽസ് ഉടമ പറയുന്നുണ്ട് മഞ്ജുവിന് ഇന്ന് തന്നെ ഞാൻ തിരിച്ചെടുത്തിരിക്കുമെന്നും. എന്തായാലും മഞ്ജു അക്കാര്യം അറിയുന്നുണ്ട്. മാർക്കോയാണ് ഇതിന് പുറകിൽ കളിച്ചിരിക്കുന്നതെന്ന് സാഗറും മഞ്ജുവും മനസ്സിലാക്കുകയാണ്. എന്തായാലും മഞ്ജുവിന് ചെറിയൊരു പേടി അയാൾക്ക് മുന്നിലേക്ക് ഇനി ഒറ്റയ്ക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ സാഗറിനെയും കൂട്ടുവിളിക്കുന്നു. അങ്ങനെ സാഗറും മഞ്ജുവും ചേർന്ന് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് സാഗർ ആണെങ്കിൽ തന്റെ ഭാര്യയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ആ ടെക്സ്റ്റൈൽസ് ഉടമയെ വഴക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്നോട് ക്ഷമിക്കണമെന്നും അറിയാതെ പറ്റിപ്പോയ തെറ്റാണെന്നും ആ മേഘനാഥൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും മാർക്കോ വന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി ഒരിക്കലും മഞ്ജുവിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, എൻ്റെ ഭാഗത്തുനിന്നല്ല മറ്റാരുടെ ഭാഗത്തുനിന്നും. മഞ്ജു എപ്പോഴും ഒരു സ്പെഷ്യൽ സ്റ്റാഫ് ആയിരിക്കും എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് സാഗറിനും മഞ്ജുവിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അയാൾ മഞ്ജുവിനോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി മേഘനാഥിന്റെ ശല്യം ഒരിക്കലും മഞ്ജുവിനുണ്ടാവില്ല, അയാളെ ഈ പടിക്കകത്ത് പോലും കേട്ടില്ല, എനിക്ക് എൻ്റെ ജീവനാണ് വലുതെന്നൊക്കെ ആ ടെക്സ്റ്റൈൽസ് ഉടമ പറയുന്നു. അങ്ങനെ നാളെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടും പറയുന്നുണ്ട്. എന്തായാലും സാഗറിനും മഞ്ജുവിനും ഒത്തിരി സന്തോഷമാവുകയാണ്. പിന്നെ മഞ്ജു തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിച്ച കാര്യം നമ്മുടെ മേഘനാഥൻ അറിയുന്നുണ്ട്. മേഘനാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. അവൻ വേഗം തന്നെ അവിടേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് ആരോട് പറഞ്ഞിട്ടാണോ താൻ അവളെ വീണ്ടും തിരിച്ചു കയറ്റിയതെന്നും. മാർക്കോ എന്ന് പറയുമ്പോൾ തന്നെ മേഘനാഥനാണെങ്കിൽ ആകെ വിറക്കിയാണ്. അവനാണെങ്കിൽ മറ്റൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല, കാരണം മാർക്കോ ഇടപെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മേഘനാഥന് വല്ലാതെ ആവുന്നുണ്ട്. ഇനി കളിച്ചാൽ അത് ശരിയാവില്ല എന്നും പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നും മേഘനാഥൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. മഞ്ജുവിൻ്റെയും സാഗറുടെയും മുന്നിൽ വീണ്ടും തോറ്റിരിക്കുകയാണ് മേഘനാഥൻ. അങ്ങനെ ആ പകയിൽ മേഘനാണെങ്കിൽ മറ്റു പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനെ തിരിച്ചെടുത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഉണ്ണിയും ദുർഗയും ഒക്കെ തന്നെ അറിയുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ അതൊന്നും തന്നെ സഹിക്കാനായിട്ട് കഴിയുന്നില്ല. മാർക്കോ അവനൊരു വിലങ്ങുതടിയാണെന്നൊക്കെ ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു നല്ല കാര്യം സംഭവിക്കുകയാണ് കണ്ണന്റെയും മഹിയുടെയും ജീവിതത്തിൽ. അതായത് കണ്ണനും മഹിയും ഒരുപാട് ആഗ്രഹിച്ച മല കയറണമെന്ന് കണ്ണനെ മല കയറ്റണമെന്ന മഹിയുടെ ആഗ്രഹം സാധിക്കാനായിട്ട് പോകുന്നു. എന്തായാലും കണ്ണൻ മാലയിടാനായിട്ട് തീരുമാനിക്കുക. ഇക്കാര്യം ദുർഗയെയും ഉണ്ണിയെയും അറിയിക്കുന്നുണ്ട്. ഈ സമയം ദുർഗയും ഉണ്ണിയും സംസാരിക്കുകയാണ്. ഓ പിന്നെ ഇവനിപ്പോ ഈ ഞൊണ്ടിക്കാലം വെച്ചുകൊണ്ട് മല കയറാനല്ലേ പോകുന്നത്, കാണാൻ എന്തായാലും നടക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തു കൂട്ടുന്നത്. ഇനിയിപ്പോ അവന് നടക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയെന്നൊക്കെ ദുർഗയും ഉണ്ണിയും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ കണ്ണനെ എങ്ങനെയെങ്കിലൊക്കെ ആ സമയത്ത് തന്നെ അപായപ്പെടുത്തണമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മഹിയാണെങ്കിൽ വ്രതം എടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. കണ്ണന് മാലയിടുന്ന ദിവസം മഹി നേരത്തെ എഴുന്നേറ്റ് പൂജാമുറി പൂജകളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ദുർഗയാണെങ്കിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിക്കാനായിട്ട് മടിക്കുന്നില്ല. നീ ഇതെന്തോന്ന് ചെയ്യുക, അവൻ ഈ കാലും വെച്ചുകൊണ്ട് എങ്ങനെ മല കയറാനാ, നിനക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ കാര്യം നോക്കിയാൽ മതി, കണ്ണേട്ടന്റെ കാര്യം നോക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട്. പിന്നെ കണ്ണേട്ടൻ തനിച്ചൊന്നല്ല മലയ്ക്ക് പോകുന്നത്, അനന്തവും മാർക്കോയും എല്ലാവരും ഉണ്ട്, കണ്ണേട്ടന്റെ ശക്തി തന്നെ അവരാണെന്ന് പറയുമ്പോൾ ഓ പിന്നെ ഇവനെ ഏറ്റിപ്പിടിച്ച് അവർക്ക് മല കയറാൻ ഭ്രാന്തല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. എന്തായാലും ഈ സമയം കണ്ണൻ വരുന്നുണ്ട്. അവർക്ക് ഭ്രാന്തൊന്നുമില്ല, പക്ഷെ എന്നോട് ഭ്രാന്തമായിട്ടുള്ള സ്നേഹമുണ്ട്. ഈ ഉണ്ണിയാണ് എനിക്കിതൊക്കെ ചെയ്തു തരേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാൻ, എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നവനാണല്ലോ എൻ്റെ സ്വന്തം അനിയൻ. പക്ഷേ എനിക്ക് അതിനു പകരം ദൈവം തന്നതാണ് മാർക്കോയെയും അനന്തുവിനെയും. അവരെന്തായാലും എന്നെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരുമെന്നൊക്കെ പറയുകയാണ്. ആ എന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മഹി അതൊന്നും തന്നെ വകവയ്ക്കാതെ കണ്ണന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ കണ്ണനെ കാണാനായിട്ട് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ വരുന്നുണ്ട്. അയാളാണെങ്കിൽ മുറ്റത്ത് വന്നിങ്ങനെ കണ്ണനെ വിളിക്കുകയാണ്. എന്നിട്ട് കണ്ണനോട് പറയുന്ന ധൈര്യമായിട്ട് മാലയിട്ടോളൂ, ഈ കാലുകൾ കൊണ്ട് തന്നെ മല കയറാനുള്ള ഭാഗ്യം കണ്ണനുണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയും ദുർഗയും ആകെ ഷോക്കാവുകയാണ്. അയാൾ ആ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം എന്താണെന്ന് അവർക്കൊരിക്കലും തിരിയുന്നില്ല. അങ്ങനെ കണ്ണനും മഹിയും ഒത്തിരി സന്തോഷാവുകയാണ്. കാരണം അന്ന് പായസത്തിൽ വിഷം കലർത്തിയ ദിവസം അത് കുടിക്കരുതെന്ന് പറഞ്ഞ് തങ്ങളെ വിലക്കിയ ആ സന്യാസി തന്നെയാണ് ഇന്നും എത്തിയിരിക്കുന്നത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിക്ക് മനസ്സിലാവുകയാണ് വന്നിട്ട് പോയത് സാക്ഷാൽ ഭഗവാന്റെ പ്രതിരൂപം തന്നെയാണെന്ന്. എന്തായാലും കണ്ണൻ മാലയിടുന്നുണ്ട്. ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ ദുർഗയ്ക്കും ഉണ്ണിക്കും സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ കണ്ണൻ മാലയിടുന്ന വിവരം മേഘനാഥനും പ്രതാപനും എല്ലാവരും അറിയുന്നുണ്ട്. എന്തായാലും പ്രതാപനൊക്കെ തന്നെ അത് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവർക്കൊക്കെ നേരിയൊരു ഡൗട്ട് വരികയാണ്, കണ്ണൻ എങ്ങനെയാണ് മല കയറുക എന്നൊക്കെ ആലോചിച്ചിട്ട്.
അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട് അവൻ എന്തൊക്കെയോ നമ്മളെല്ലാവരിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. നമ്മൾ അവനെ വേട്ടയാടാൻ നടക്കുന്നവരാണെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവന് നടക്കാനുള്ള ആ ഒരു ശേഷി തിരികെ കിട്ടിയെന്നാണ് എൻ്റെയൊക്കെ ഒരു നിഗമനം. കാരണം അന്ന് ആശ്രമത്തിൽ വെച്ച് ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. എന്തായാലും ശത്രുക്കൾക്ക് വെക്കുന്ന പണിയൊക്കെ തന്നെ തിരിച്ചു കിട്ടുന്നതിൽ പ്രതാപനും മേഘനാഥനും എല്ലാവർക്കും ഒരു തിരിച്ചടിയാവുകയാണ്. അങ്ങനെ മേഘനാഥനാണെങ്കിൽ മാർക്കോയുടെ ആ പ്രവൃത്തിയെക്കുറിച്ചും പ്രതാപനോട് പറയുന്നുണ്ട്. പ്രതാപൻ പറയുകയാണ്, ഇനിയിപ്പോ എന്തൊക്കെ തിരിച്ചടി ഉണ്ടായാലും എൻ്റെ മോളുടെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളിനിപ്പോ ദേവിയോ ദൈവമോ എന്തോ ആയിക്കോട്ടെ, അവളെ ഞാൻ തകർത്തിരിക്കും. അവനെയും അവളെയും സമാധാനത്തോടെ ജീവിക്കാൻ വിടില്ല. എൻ്റെ മോളുടെ തകർന്നുപോയ മാനസിക നില തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. എന്തായാലും ശത്രുക്കൾ കൂടുതൽ ഊർജ്ജത്തോടു കൂടി തന്നെയാണ് കണ്ണനെയും അഹിയെയും വേട്ടയാടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.